മലയാളികളായ നിരവധി അധ്യാപകർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് മാലദ്വീപ്. ഇവർക്കെല്ലാം ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് അവിടെ നിന്നുള്ളത്. മാലദ്വീപിലെ സ്കൂളിൽ വിദ്യാർത്ഥിയുടെ ആക്രമണത്തിൽ മലയാളി അധ്യാപികയ്ക്ക് ഗുരുതര പരിക്ക്. ചെങ്ങന്നൂർ സ്വദേശി ദീപക് ശശിയുടെ ഭാര്യ സ്മിത എൻ പിള്ളയ്ക്കാണ് മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർക്ക് അടിയന്തര ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. ക്ലാസ് എടുക്കുന്നതിനിടെ ഗെയിം കളിക്കുന്നത് വിലക്കിയതിനാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥി അധ്യാപികയെ ആക്രമിച്ചത്. മാലിദ്വീപിലെ ഗദുദ്വീപിൽ ഗഫ്ദാൽ അഡോൾ സ്കൂളിൽ ഈ മാസം 12-നാണ് സംഭവം. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ലബോറട്ടറിയിലെ കമ്പ്യൂട്ടറിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഗെയിം കളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്മിത പലതവണ താക്കീത് നൽകി. എന്നാൽ വിദ്യാർത്ഥി കൂട്ടാക്കിയില്ല. വീഡിയോ പകർത്തി പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സ്മിതയുടെ ഫോൺ വിദ്യാർത്ഥി എടുത്തെറിയുകയും മൂക്കിൽ തുടർച്ചയായി ഇടിക്കുകയുമായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇൻഫോം ചെയ്യും ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ LTA എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ അവൻ പെട്ടെന്ന് എണീറ്റിട്ട് എന്റെ ഫോൺ വാങ്ങിച്ച് ആദ്യം ഫോൺ എടുത്തു. അപ്പൊ ഞാൻ ഈ ഫോൺ എടുത്തെറിഞ്ഞ ഇതില് ഞാൻ ഫോൺ പൊട്ടിയോ എന്നുള്ള ഇതില് ആ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്തിന് ഇവനെന്നെ പഞ്ച് ചെയ്ത് കഴിഞ്ഞു. പഞ്ച് ചെയ്തപ്പോ എനിക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഇടി കിട്ടിയതെന്ന് എനിക്ക് വരുന്നില്ല. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്ക് ആവുന്നില്ല. അതിനോടിടയ്ക്ക് അവൻ ഒരു 3-4 ഇടി എന്റെ മൂക്കിൽ ഇടിച്ചു. രക്തം വാർന്ന് ബോധരഹിതയായി വീണ സ്മിതയെ മറ്റ് അധ്യാപകരാണ് ആംബുലൻസിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇവരുടെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ട്. മാലിദ്വീപ് ഹൈക്കമ്മീഷണറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സ്മിതയെ വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയാണെന്നും ഭർത്താവ് ദീപക് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മളെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഓഫീസിൽ നിന്ന് നമ്മളെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറയുന്നത് അവരിതിനു വേണ്ടി എല്ലാ ഇതിലും സഹകരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് സംസാരിച്ചു. കാരണം ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2000-ഓളം ആളുകൾ മാലദ്വീപ്സിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിലൊരു 75% കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇതുപോലെ ഇതിനു മുമ്പും പല ടീച്ചർമാർക്കും ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് അവിടെ നിന്ന് ആ ടീച്ചറെ അങ്ങ് നാട് കടത്തും. അപ്പോൾ ഈ ഇഷ്യൂ അവിടെ വെച്ച് ഇതാവുകയാണ്. ഇതൊന്നും അറിയാതെയാണ് ഇവിടുന്ന് വീണ്ടും ആളുകൾ അവിടേക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷനിലേക്ക് പോകുന്നത്. കാരണം അവിടെ കുട്ടികളെ നമുക്ക് വഴക്ക് പറയാനോ ഒന്നും തന്നെ പാടില്ല. അപ്പോൾ കുട്ടികൾ പക്ഷെ ഭയങ്കരമായ അരഗണ്ടാണ്. 1 വർഷം മുൻപാണ് സ്മിത ഈ സ്കൂളിൽ അധ്യാപികയായി ജോലിക്ക് ചേർന്നത്. സംഭവത്തിൽ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.